കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകം അത് ചെറിയ രീതിയിൽ ചർച്ചയായി വരുന്നു, പിന്നീട് വലിയ രീതിയിൽ ചർച്ചയായി വരുന്നു. എന്നാൽ വേണ്ട വിധത്തിൽ രാജ്യത്ത് അത് ശ്രദ്ധിക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായിരിക്കും ആ ഒരു കൊലപാതകത്തിൽ എന്തെങ്കിലും മൂടി വെക്കാനൊക്കെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നു? തീർച്ചയായും രാഷ്ട്രീയമാണ് കാരണം ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. കൊല്ലപ്പെട്ടത് ഒരു പാവം ഡോക്ടർ, ഒരു ട്രെയിനി ഡോക്ടറാണ്. ഓഗസ്റ്റ് 9 സംഭവം ഉണ്ടായത്. കൊലയാളി സഞ്ജയ് റോയ് എന്ന് പറയുന്ന ഒരു സിവിൽ പോലീസ് വോളണ്ടിയർ, നമ്മുടെ ഹോം ഗാർഡൊക്കെ പറയുന്ന പോലെ അയാൾ തൃണമൂൽ കോൺഗ്രസ്സുകാരനാണ്. RG കാർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് സർക്കാർ മെഡിക്കൽ കോളേജാണ്. അതിൻ്റെ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് തൃണമൂൽ കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് ഉറപ്പായും അത് വാർത്തയാവാതിരിക്കും. വാർത്തയായത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അവിടെ സമരമൊക്കെ ഉണ്ടായി. സി പി എമ്മിനെ കുറിച്ച് പറയാതെ കാര്യമില്ല. CPM-ൻ്റെ യൂണിയനിൽപ്പെട്ട ഡോക്ടറായിരുന്നു കൊല്ലപ്പെട്ടത്. CPM-ൻ്റെ ഡോക്ടർമാരുടെ സംഘടനയുടെ മെമ്പറായിരുന്നു ഈ കൊല്ലപ്പെട്ട ഡോക്ടർ. വിക്ടിമിൻ്റെ പേര് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. BJP-യും വലിയ പ്രക്ഷോഭം ഏറ്റെടുത്തു. അങ്ങനെ ഇത് ദേശീയ ശ്രദ്ധ ആകർഷിച്ചു. എന്നാൽ പോലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ വലിയ മെഴുകുതിരി കത്തിക്കലും ഈ ഡോക്ടർക്ക് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളൊന്നും തെരുവിലുണ്ടാവുന്നില്ല. അതിന് കാരണം അത് BJP ഭരിക്കുന്ന സംസ്ഥാനത്തല്ല എന്നതാണ്. കാരണം വാർത്ത വലുതായി, കോടതി ഇടപെട്ടു. അതിനുശേഷം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞു അവിടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, പ്രാദേശിക ഭരണകൂടം ഇതിനെ സഹായിക്കുകയാണ്, പ്രതികളെ സഹായിക്കുകയാണെന്ന് ദുർബലമായ ഒരു പ്രതികരണം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായി. നിവൃത്തിയില്ലാതെ പറയാതെ പറ്റില്ലല്ലോ. അപ്പോൾ മമത തിരിച്ചടിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഭംഗിയാണോ കാരണങ്ങളുള്ളത്? അത് പൊളിറ്റിക്കൽ വാർ. അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്ന് ഫോണിൽ വിളിച്ച് നേരത്തെ ഞാനിങ്ങനെ പറയും കേട്ടോ, ഞാനും അപ്പോൾ ഇങ്ങനെ പറയും കേട്ടോ, ടെലിഫോണിൽ പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറങ്ങി. സത്യത്തിൽ ഓഗസ്റ്റ് 9 ഈ പെൺകുട്ടി അതിക്രൂരമായാണ് പീഡിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. ശരീരത്തിൽ എന്തെല്ലാം മുറിവുകളുണ്ട്. അവരുടെ കണ്ണടയുടെ ചീളുകൾ കണ്ണിൽ പോലും കുത്തിക്കയറിയിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്, അതായത് ശരീരസ്രവങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് പറയുന്ന ഒരാളല്ല, ഒന്നിലേറെ ആളുകൾ ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തുന്നത്. പക്ഷേ ഞാനിതൊന്നുമല്ല പറയുന്നത്. അതവിടെ നിൽക്കട്ടെ, അന്വേഷണം എൻ്റെ വഴിക്ക് പോട്ടെ. നമ്മളാരും കേട്ടിട്ട് വിശ്വസിക്കാനാവാത്ത തരത്തിലുള്ള ഒരു വലിയ അട്ടിമറിയാണ് ഈ സംഭവത്തിൽ നടന്നത്. സന്ദീപ് ഘോഷ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ ഈ സംഭവം നടന്ന ഉടനെ പറഞ്ഞതെന്നറിയോ? അതായത് ആ കുട്ടി ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞ് ഈ വാർത്ത ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ഈ കുട്ടിയെ ഡിഫെയിം ചെയ്യാൻ, അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിച്ചത്. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത്. അത് നമ്മളൊരു കൊലപാതകം നടന്നു, ഒരു കുറ്റകൃത്യം നടന്നാൽ ആ ക്രൈം സീൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കുറ്റകൃത്യം നടന്ന സ്ഥലം സംരക്ഷിക്കപ്പെടണം, എന്നിട്ട് തെളിവെടുക്കണം ഒക്കെ ചെയ്യണം. ഇത് ചെസ്റ്റ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുള്ള സെമിനാർ ഹാളിലാണ് ഈ സംഭവം നടന്നത്. സെമിനാർ ഹാളും ചെസ്റ്റ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ചെറിയ ഭിത്തി കൊണ്ടാണ് വേർതിരിക്കുന്നത്. ഈ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ചെയ്തെന്നറിയാമോ? 9 ഈ കൊലപാതകം നടന്നു. 10 ആയപ്പോഴത്തേക്ക് ഈ ബിൽഡിങ്ങിൻ്റെ കെട്ടിടം ഭിത്തി അങ്ങ് പൊളിച്ചു കളഞ്ഞു. നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇത് കാര്യമായിട്ട് വന്നിട്ടില്ല. ഭിത്തി പൊളിച്ചു, അതായത് സീൻ ഡിസ്റ്റർബ് ചെയ്തു, തെളിവ് നശിപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് പറഞ്ഞത് റെനോവേഷന് വേണ്ടി, പുതുക്കിപ്പണികളുടെ ഭാഗം, ഒരു കൊലപാതകം നടന്ന സ്ഥലം, കൊലപാതകം നടന്ന മുറി, അതിൻ്റെ ഭിത്തി, അതിനെ സെമിനാർ ഹാളുമായി വേർതിരിക്കുന്ന ഭിത്തി അസാധാരണ വിധം പിറ്റേ ദിവസം കൊലപാതകം നടന്ന് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് പുതുക്കിപ്പണിയണം എന്ന് തോന്നിയ, പുതുക്കിപ്പണിയുന്നതിൻ്റെ ഭാഗമായി പൊളിക്കാൻ തോന്നിയ ഈ സന്ദീപ് ഘോഷ് ആരായിരിക്കും മോൻ എന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ മെയ് മാസത്തിൽ ഇയാളെ മുർഷിദാബാദ് ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റി. അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് സ്ഥലം മാറ്റി. അപ്പോൾ പുതിയ പ്രിൻസിപ്പളിനെ ഇങ്ങോട്ട് തീരുമാനിച്ചു. ഈ സന്ദീപ് ഘോഷ് എന്താ ചെയ്തറിയോ? പുതിയ പ്രിൻസിപ്പൾ RG കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചാർജ് എടുക്കാൻ വന്നപ്പോൾ ഇയാൾ പ്രിൻസിപ്പലിൻ്റെ മുറി അങ്ങ് പൂട്ടി. നീ കയറുന്ന എനിക്കൊന്ന് കാണാം, ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല എന്ന് പറഞ്ഞ് ഈ സ്ഥലം മാറ്റം വാങ്ങി കിട്ടി ഇങ്ങോട്ട് വന്ന പുതിയ പ്രിൻസിപ്പലിനെ RG കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോയിൻ ചെയ്യാൻ സമ്മതിച്ചില്ല. അപ്പോൾ നമ്മൾ ഓർക്കും സർക്കാർ ഉടനെ നടപടിയെടുക്കുന്നു. സർക്കാർ ഉടനെ നടപടിയെടുത്തു. ഈ പ്രിൻസിപ്പലിനെ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് ഇയാളുടെ ട്രാൻസ്ഫർ റദ്ദാക്കി. അപ്പോൾ ഭരിക്കുന്ന പാർട്ടിയിൽ എത്രമാത്രം സ്വാധീനമുള്ള ആളാണ് സന്ദീപ് ഘോഷ് എന്നറിയാം. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ കേസ് നടന്ന ഉടനെ ഈ പ്രിൻസിപ്പലിൻ്റെ വാദം ഉയർത്തിപ്പിടിക്കുകയാണ്, അതായത് ആത്മഹത്യയാണ്, അവിടെ വേറെ അസ്വാഭാവികമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്ന തരത്തിൽ ഈ ഡോക്ടറെയും സഞ്ജയ് റോയ് എന്ന് പറയുന്ന സിവിൽ പോലീസ് വോളണ്ടിയർ
ആയിട്ടുള്ള തൃണമൂലുകാരനെയും സംരക്ഷിക്കാനാണ് മമതാ ബാനർജി ശ്രമിച്ചത്. അത് വലിയ വിവാദമായ ഹൈക്കോടതി ഇടപെട്ടു. പോലീസ് CBI അന്വേഷണം വേണമെന്ന് BJP ഉൾപ്പെടെ ആവശ്യപ്പെട്ടു. CBI ഒന്നും വേണ്ട, കാരണം CBI അവർ വിലക്കിയിരിക്കുക. ബംഗാളിൽ ഡൽഹി പോലീസ് ആക്ട് അനുസരിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രത്യേക സേനാ വിഭാഗമാണ്. ഡൽഹിയിൽ മാത്രമാണ് CBIയുടെ ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. പക്ഷേ ഇന്ത്യ മുഴുവൻ അവർക്ക് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ അന്വേഷിക്കാം. അതല്ലാതെ CBIയുടെ പ്രവർത്തനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വേണമെങ്കിൽ ആ സംസ്ഥാന സർക്കാരുകളുടെ പെർമിഷൻ വേണം എന്നൊരു വ്യവസ്ഥയുണ്ട്. CBIക്ക് കേന്ദ്ര സർക്കാർ ഓഫീസുകളായിട്ട് ബന്ധപ്പെടാം. അതല്ലാതെ മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം. ആ നിയമപ്രകാരം പശ്ചിമ ബംഗാളിൽ CBIയുടെ പ്രവർത്തനം വിലക്കിയിരിക്കുകയാണ്. CBI കേന്ദ്രത്തിൻ്റെ ഒരു ഏജൻസിയാണ്, അവിടെ ഓഫീസൊക്കെ ഉണ്ട്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ CBIക്ക് അവിടെ ഇടപെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ CBI ഒന്നും വേണ്ട, ഞങ്ങളുടെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ രക്ഷകരായി എത്തിയത് പലപ്പോഴും പശ്ചിമ ബംഗാളിലെ ജനങ്ങൾക്ക് നീതി കിട്ടാനുള്ള അവസാനത്തെ ആശ്രയം അവിടുത്തെ ഹൈക്കോടതിയാണ്. ഹൈക്കോടതി ഇടപെട്ട് പറഞ്ഞു, ഇമ്മീഡിയറ്റ്ലി ഉടനടി CBI ഇടപെടണം, പ്രതിയെ അറസ്റ്റ് ചെയ്യണം, പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഞായറാഴ്ചയ്ക്ക് മുമ്പ്, ഈ 18-ാം തീയതിക്ക് മുമ്പ് പ്രതികളെ അറസ്റ്റ് ചെയ്യണം എന്ന് ഉത്തരവിട്ടു. ഉടനെ മമതയുടെ പ്രതികരണം എങ്ങനെയാണെന്നറിയാം? നന്നായി, CBIക്ക് അന്വേഷണം വിട്ട് നന്നായി. ഞായറാഴ്ചയ്ക്ക് മുമ്പ് CBI പിടിച്ച് പ്രതിയെ തൂക്കിക്കൊല്ലട്ടേത്. CBI പിടിച്ച് പ്രതിയെ തൂക്കിക്കൊല്ലുക. അപ്പോൾ എങ്ങനെയാണ് ഒരു ഹൈക്കോടതി ഉത്തരവനുസരിച്ച് CBI അന്വേഷണം ഏറ്റെടുത്ത് നമ്മുടെ നാട്ടിൽ കേട്ടാൽ അമ്പരപ്പും ഭയവും ഉണ്ടാവുന്ന തരത്തിൽ, എങ്ങനെ ഭയവും ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തെ ഇവർ വെള്ളപൂശി എന്ന് ആലോചിക്കും. എങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ രാത്രിയിൽ ജോലി ചെയ്യും, നമ്മുടെ വന്ദനയുടെ കേസ് അറിയാമല്ലോ, രാത്രി ജോലി ചെയ്ത ഒരു പെൺകുട്ടി, അതിൻ്റെ കണ്ണീരും ആ വീട്ടിൽ അതിൻ്റെ സങ്കടം നമ്മൾ മാറിയിട്ടില്ല. ഒരു അക്രമകാരി വന്നിട്ട് കുത്തിക്കൊന്നു. അപ്പോൾ രാത്രിയിൽ എങ്ങനെ ഡോക്ടർമാർ, നഴ്സുമാരൊക്കെ നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യും? നൈറ്റ് ഡ്യൂട്ടി ഉണ്ടല്ലോ, രാത്രിയിലും ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളെ പരിചരിക്കാൻ, അവരുടെ ക്ഷേമം ഉറപ്പാക്കാൻ മാലാഖമാരെ പോലെ പ്രവർത്തിക്കുന്നവരാണ് ഡോക്ടർമാർ. അവർക്കിതാണ് അവസ്ഥ. ആശുപത്രിയിൽ ക്രമസമാധാന പാലനം ഉറപ്പാക്കേണ്ടുന്ന ഹോം ഗാർഡിനെ പോലെയുള്ള സിവിൽ പോലീസ് വോളണ്ടിയറാണ് ഈ പെൺകുട്ടിയെ വേലി വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞ പോലെ നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. ബലാത്സംഗം ചെയ്ത് മാത്രമല്ല, കൊന്നുകളഞ്ഞു. അതിൻ്റെ കഴുത്തിൻ്റെ എല്ലൊടിഞ്ഞിട്ടിട്ട്. ഞാൻ അതിൻ്റെ മുറിവുകളുടെ വിശദാംശങ്ങൾ പറയുന്നില്ല, കാരണം അത്രയ്ക്ക് നമുക്ക് രക്തം ഉറഞ്ഞു പോകുന്ന തരത്തിലാണ് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. അതിനെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു സ്ത്രീ, അവർ സ്ത്രീയാണോ എന്നൊക്കെ എനിക്ക് പറയാൻ തോന്നുന്നില്ല, രക്തരക്ഷസോ അല്ലെങ്കിൽ രാക്ഷസീയമായ ഭാവത്തിൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറായി വന്ന് ഹൈക്കോടതി അല്ലെങ്കിൽ ആരെങ്കിലും പറയുമോ? ഞായറാഴ്ചയ്ക്ക് മുമ്പ് പ്രതിയെ പിടിക്കണമെന്ന് CBIയോട് കൊൽക്കത്ത ഹൈക്കോടതി ആവശ്യപ്പെട്ടപ്പോൾ ഞായറാഴ്ചയ്ക്ക് മുമ്പ് CBI പിടിച്ചെങ്കിൽ തൂക്കിക്കൊല്ലട്ടെ എന്നൊരു മുഖ്യമന്ത്രി പറയുക എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ആ മുഖ്യമന്ത്രിയെ, അത്തരത്തിലുള്ള മമതാ ബാനർജിയെ പോലെയുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ ഇവിടുത്തെ ഇന്ത്യ മുന്നണിക്കാർ വലിയ വിമോചകയും ജനാധിപത്യത്തിൻ്റെ വക്താവും മാലാഖയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഇത്രയും അധികാരഗർവും സ്വജനപക്ഷപാതവും കിരാത മനോഭാവമുള്ളൊരു മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തുമില്ല. പക്ഷേ അവർ ജനാധിപത്യത്തിൻ്റെ മാലാഖയാണ്. ഇവരെ ഒന്ന് എക്സ്പോസ്, രാഷ്ട്രീയമാണ്. ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടത് 9-ാം തീയതിയാണ്, ഇന്ന് 15-ാം തീയതി ആയിരിക്കുന്നു. ഇന്ന് സ്വാതന്ത്ര്യദിനത്തിന് ചെങ്കോട്ടയിൽ പതാക ഉയർത്തവേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പോലും ഇതേക്കുറിച്ച് പരാമർശിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൂണാണ് മമതാ ബാനർജിയുടെ സർക്കാരും അവരുടെ പാർട്ടിയും. അപ്പോൾ ബംഗാളിൽ നോക്കും, മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും രാഷ്ട്രീയമാണ്. എതിർ പാർട്ടിക്കാരെ തല്ലിക്കൊല്ലുന്നു, കെട്ടിത്തൂക്കുന്നു, ജാതി, മതം ഇതൊക്കെ പറഞ്ഞ്, രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് സ്വന്തം പാർട്ടിക്കാരെ, സ്വന്തം പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രം നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായി മമതയുടെ സർക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇത്. നോക്കൂ, നമ്മൾ നിർഭയയുടെ പേരിൽ എന്തെല്ലാം ഉണ്ടായി ഈ രാജ്യത്ത്. ഈ രാജ്യത്ത് എനിക്ക് തോന്നുന്നു CPMകാർ പോലും ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കിയുള്ളൂ. എന്തുകൊണ്ടാണ് കേരളത്തിലെ DYFI അല്ലെങ്കിൽ CPM അവരുടെ ഡോക്ടർമാരുടെ സംഘടനയുടെ അംഗമായ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പ്രകടനം പോലും നടന്നില്ല? DYFIക്കാരുടെ പന്നകളൊക്കെ കത്തി തീർന്നു പോയോ? കാരണം ബംഗാളിൽ ഇവർ CPMഉം തൃണമൂൽ കോൺഗ്രസും തമ്മിൽ വൈരികളാണ്, പരസ്പരം മത്സരിച്ചവരാണ്. പക്ഷേ മുന്നണി ഒന്നാണല്ലോ, ഇന്ത്യ മുന്നണിയാണല്ലോ. കേരളത്തിലെ കേരളത്തിൽ UDFഉം LDFും മത്സരിക്കും, കേരളം വിട്ട ഒന്നാണെന്ന് പറയുന്ന പോലെ അവിടെ ബംഗാളിൽ ഇവർ പാമ്പും കീരിയാണ്, പുറത്തിറങ്ങിയ ഒന്നാണ്. മമതാ സർക്കാരിനെതിരെ
അവിടെ നടന്ന ഏറ്റവും ഹീനമായ ഈ കുറ്റകൃത്യത്തിനെതിരെ CPM-ഉം DYFI-യും മിണ്ടാത്തത് രാഷ്ട്രീയ കാരണങ്ങളാണ്. അത് ഉത്തർപ്രദേശിലോ ഗുജറാത്തിലായിരുന്നു കാണാമായിരുന്നു അല്ലേ? എന്തൊക്കെ കോലാഹലം, ഇവിടുത്തെ സാംസ്കാരിക നായകളൊക്കെ ഓരിയിടുന്നത് നമുക്ക് കേൾക്കാമായിരുന്നു. ഭയങ്കര ചർച്ചയായിരുന്നു. അന്തിച്ചർച്ചയില്ല, ഒന്നുമില്ല. കാരണം മമതാ ബാനർജിയാണ് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. അവരെ സംരക്ഷിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്നത്. ഏതായാലും ഈ പറഞ്ഞതുപോലെ ഈ അയാളുടെ സ്വാധീനം വളരെ വ്യക്തമാണ്. ഇങ്ങനെയുള്ള ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഭരണകൂടം നിലകൊള്ളുന്നത്. മമതാ ബാനർജിയെക്കുറിച്ച് എന്ത് പറയാനാണ്? എന്തെല്ലാം വൃത്തികേടുകൾ ആ സംസ്ഥാനത്ത് നടക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആരോഗ്യരംഗത്ത് ഡോക്ടർമാരൊക്കെ അഭിമുഖീകരിക്കുന്ന വലിയൊരു ഭീഷണിയുണ്ട്. ഡോക്ടർമാർക്ക് ഈ നമ്മൾ ഒരു രോഗി എന്ന നിലയിൽ നമുക്ക് ചോയ്സ് ഇല്ല. നമുക്കൊരു ഭക്ഷണ സാധനം, ഒരു ഹോട്ടലാവട്ടെ, ഒരു വസ്ത്രശാലയാവട്ടെ, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അല്ലെങ്കിൽ വസ്ത്രം ഒക്കെ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. പക്ഷെ ഒരു ഡോക്ടറെ അടുത്ത് ചെന്നാൽ ഡോക്ടർ പറയുന്നത് വിശ്വസിക്കാനേ നമുക്ക് തരവുള്ളൂ. വേറെ ചോയ്സ് ഇല്ല. ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് ഇന്ന അസുഖമാണ്, നിങ്ങൾ ഇന്ന മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് വാങ്ങി കഴിക്കുക എന്ന് മാത്രമേ നമ്മുടെ മുന്നിൽ ചോയ്സ് ഉള്ളൂ. ഡോക്ടർ തരുന്ന വിഷമാണോ എന്ന് പോലും നമ്മൾ സംശയിക്കില്ല. ഡോക്ടർമാരെ വിഷവും തരത്തില്ല. കാരണം നമ്മൾ ഡോക്ടർമാരെ കാണുന്നത് അത്രയ്ക്ക് ദൈവികമായ, ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി നമ്മുടെ ജീവിതവും ആരോഗ്യവുമൊക്കെ ഡോക്ടറുടെ കയ്യിൽ ഭരമേൽപ്പിച്ച് വിശ്വസിച്ച് നിൽക്കുന്നവരാണ് രോഗികളെന്ന നിലയിൽ നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള ഡോക്ടർമാരോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട്. അവരെയൊക്കെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പോൾ നോക്കൂ, എത്ര ദിവസം കൽക്കത്തയിലെ ഡോക്ടർമാർ, IMA ഉൾപ്പെടെയുള്ള ആളുകൾ സമരം ചെയ്തതിന് ശേഷമാണ് ബംഗാൾ സർക്കാർ എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ തയ്യാറായത്. ഇപ്പോൾ രാജ്യത്ത് ഡോക്ടർമാർക്ക് സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്കാ സംരക്ഷണം കൊടുക്കുക? പക്ഷേ വേറെ കാര്യമുണ്ട്. ഏതാണ്ട് ഡോക്ടർമാരിൽ കുഴപ്പക്കാരൊന്നും ഇല്ല നമ്മൾ പറയുന്നില്ല, കുഴപ്പക്കാരുണ്ടാവുക. എന്നാൽ മഹാഭൂരിപക്ഷം 99.9% ഡോക്ടർമാരും അവരുടെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ആതുരാലയങ്ങളിൽ ഡോക്ടർമാർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ആതുരാലയങ്ങളിൽ രോഗിക്ക് രാത്രി കിടക്കാൻ പറ്റുകയില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാനഭംഗപ്പെടുത്തി. അത് റിപ്പോർട്ട് ചെയ്ത നേഴ്സിനെ സ്ഥലം മാറ്റി. CPM തന്നെയാണ്, കാരണം പ്രതി CPM-കാരനായിരുന്നു. ഇതൊക്കെയാണ് ഒരു വൈരുദ്ധ്യമുണ്ട് എല്ലായിടത്തും. ഇപ്പോൾ CPM എടുക്കുന്ന ഒരു ഇരട്ടത്തപ്പ് വളരെ വ്യക്തമാണ്. കേരളത്തിൽ ഇവരിങ്ങനെ ചെയ്തു. അവരുടെ ഒരു യൂണിയൻ്റെ മെമ്പറായ ഡോക്ടർ അവിടെ കൊല്ലപ്പെട്ടിട്ട് കേരളത്തിൽ CPM-ന് മിണ്ടാറില്ല. കാരണം ബംഗാളിലായതുകൊണ്ട്. BJP ആയിരുന്നെങ്കിൽ കാണിച്ചു തന്നേരം. ഇതെൻ്റെ ഐഡിയ ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്നൊരു സിനിമയിൽ പറഞ്ഞ പോലെയാണ്. ഏതായാലും നമുക്ക് നമ്മുടെ ഒരു സഹോദരിയാണ് കൽക്കത്തയിൽ RG കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിനിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടത്. അതിൻ്റെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കാനും ആരുമില്ല. മുതലക്കണ്ണീരെങ്കിലും ഒഴുക്കാൻ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ആലോചിക്കുക. ആരുമില്ല. കാരണം അവർക്ക് ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഏതായാലും ആ സഹോദരിയുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ മമത കളിയാക്കിയാണ് പറഞ്ഞതെങ്കിലും, CBI പിടിച്ചങ്ങ് തൂക്കിക്കൊല്ലട്ടെ എന്ന് മമത കളിയാക്കിയതാണെങ്കിലും CBI ഈ നരാധമനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഏറ്റവും വലിയ ശിക്ഷയായ ബലാത്സംഗത്തിന് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നതിന് ശിക്ഷ വധശിക്ഷ ഏർപ്പെടുത്തിയ സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. നേരത്തെ ജീവപര്യന്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബലാത്സംഗ കേസ് തെളിയിക്കപ്പെട്ടാൽ വധശിക്ഷ ഉറപ്പാണ്. ഇതിനകത്ത് ബലാത്സംഗവുമുണ്ട്, കൊലപാതകവുമുണ്ട്. അതുകൊണ്ട് ഇവൻ ഇനി ജീവിതത്തിൽ ഒരിക്കലും പുറം ലോകം കാണത്തില്ല. മരണമല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇവൻ്റെ മുന്നിലില്ല. അത്തരത്തിലൊക്കെയുള്ള ഒരു കടുത്ത നടപടി പ്രോസിക്യൂഷൻ നടത്തി CBI അയാളെ ശിക്ഷിക്കട്ടെ. എനിക്ക് ഹൃദയപൂർവ്വം നന്ദി പറയാനുള്ളത് കൽക്കത്തയിലെ ന്യായാധിപന്മാരോടാണ്. മമത എന്ന രാക്ഷസിയുടെ രാക്ഷസീയമായ ഭരണത്തിനിടയ്ക്ക് അല്പമെങ്കിലും നീതി ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നത് കൽക്കത്തയിൽ സജീവമായ ഒരു നീതിപീഠമുള്ളതുകൊണ്ടാണ്. സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് കൽക്കത്ത ഹൈക്കോടതിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.